ഹായ്, നമ്മുടെ കൂടെ ഉള്ളത് ഫ്യൂച്ചർ പ്ലസിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള മിസ്റ്റർ നക്കാഷ് ആൻഡ് പ്രശോഭാണ്. ഹായ്, ഹായ്, എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? താങ്ക് ഗോഡ്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഉണ്ടായത്. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് കേരളത്തിലെ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഡിഗ്രി ലേണിംഗ് ആപ്ലിക്കേഷനാണ്. സോ ഇപ്പോൾ നമ്മൾ ബാക്കോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കൊറോണ ടൈം ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഇപ്പോൾ 5 വർഷമായി നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം 50,000 മേലെ സ്റ്റുഡൻസ് ഉണ്ട്, ഏകദേശം 200 അടുത്ത് ടീച്ചേഴ്സ് ഉണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി ഏകദേശം കേരളത്തിൽ മാത്രം 11ഓളം ഫ്രാഞ്ചൈസികൾ നമുക്കുണ്ട്. ഈ ഒരു സക്സസ് എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ അഭിമാനത്തോട് നോക്കിക്കാണുന്നു. പിന്നെ ശരിക്കും ഏറ്റവും കൂടുതൽ അഭിമാനമുള്ളത് ഏകദേശം ഒരു 300ഓളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് വെറും 2 എംപ്ലോയീസിനെ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പണിയെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും പണിയെടുത്ത് പഠിച്ച് എന്നിട്ടാണ് ഞങ്ങൾ അണ്ടറിൽ ഓരോ പോസ്റ്റുകൾ എംപ്ലോയീസിനെ വെച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് A to Z കാര്യങ്ങൾ ഇപ്പം ഈ ഓഫീസിൽ ഇനി എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഞങ്ങൾക്ക് അറിയാം. അപ്പം അത് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. അത്രയും ഒരു നെറ്റ്വർക്ക് ഞങ്ങൾ ഉണ്ടാക്കി. എന്താണ് പറയാനുള്ളത് പ്രശോഭ്? നക്കാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ഗ്രോത്ത് ഉണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. എന്ന് വെച്ചാൽ ആ കൊറോണ സിറ്റുവേഷനിൽ ഇതെങ്ങനെ നമ്മളിത് ഇത്രയും ഒരു 2x നമ്മൾ എത്തിക്കുമെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. അവിടെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആപ്പാണ്. അത് വെൽക്കം വിറ്റ്സിൻ്റെ ഒരു ആപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഫാസ്റ്റായിട്ട് അതിൽ ഇർഫാനും അതുപോലെ തന്നെ നമ്മുടെ സുശാന്ത് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു വെച്ചാൽ ഞങ്ങളൊരു തോട്ടം എന്താ വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീം ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ കേരളത്തിൽ കോഴിക്കോട് സൈബർ പാർക്കിൽ ഇങ്ങനൊരു ടീം ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര എനിക്ക് എന്താ പറയുക പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ ഒരുപാട് കുട്ടികൾ അറ്റ് എ ടൈമിൽ 2 month കൊണ്ട് 1000 കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. ഒരു ബഗ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. അതാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക പറയാനുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു 5 വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ടും ഒരു പ്രോബ്ലംസും ഇല്ല. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്കൊരു കുട്ടിക്ക് ക്ലാസ് കൊടുക്കാം. റൈറ്റ്. നമുക്കിപ്പോൾ ഈ ഫ്യൂച്ചർ പ്ലസ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഡിസ്റ്റൻസ് ഡിഗ്രി ഒക്കെ പഠിക്കാന്നൊക്കെ ഉള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ആശയം, ആ ഒരു കൺസെപ്റ്റൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് തോട്ടുണ്ടായത്? ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമ്മളെ മനസ്സിലേക്ക് വരുന്നത് എന്താ, പാരലൽ കോളേജ് ആണല്ലേ. പാരലൽ കോളേജ് പോകുന്നു, സൺഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ച് എഴുതുന്നു, അല്ലെങ്കിൽ ബുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങുന്നു, വീട്ടിൽ നിന്ന് പഠിച്ച് എക്സാം എഴുതുന്നു. പക്ഷേ അതെ, ശരിക്കും ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ പാസ്സായതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവുന്നത് ഫെയിലായ ആൾക്കാരായിരിക്കും. അതേപോലെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എടുക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്, എന്താ ഫെയിലാവും, യൂണിവേഴ്സിറ്റി സ്ട്രിക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഈ കോവിഡ് ടൈമിന്, കാരണം ഓൾറെഡി പാരലൽ കോളേജ് എൻ്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ. അപ്പം അവിടെ സൺഡേസ് ക്ലാസ്സിന് വരുന്ന കുട്ടികളുടെ എണ്ണം കണ്ടിട്ട്, അതായത് ഏകദേശം 200 കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ്സിന് വരുന്ന കുട്ടികൾ ഒരു 30 കുട്ടികൾ. ബാക്കിയുള്ള കുട്ടികൾക്ക് വരാൻ പറ്റില്ല സൺഡേസ്, കാരണം ജോലിയുള്ള ആൾക്കാരാണ് ഇവർ. അപ്പം ഇവർക്ക് എന്തുകൊണ്ട് ഒരു ഓൺലൈൻ ലേണിംഗ് പറ്റൂല? അന്ന് കേരളത്തിൽ ഒരു ഓൺലൈൻ ലേണിംഗ് ആപ്പ് ഇല്ല, ഡിസ്റ്റൻസിൽ ഇല്ല. അങ്ങനെ ഞാനും പ്രശോഭം അന്ന് ഞങ്ങൾ അങ്ങനെ ഈ ഒരു തോട്ട് ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമുക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യാം, ആപ്പ് ത്രൂ ക്ലാസ് കൊടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ വെൽക്കം വിറ്റ്സിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾ ആപ്പ് ബിൽഡ് ചെയ്തു. നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കി, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടാക്കി. ജസ്റ്റ് ഒരു നൈറ്റ് എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ ശരിക്കും ലോഗോ ഒക്കെ ഉണ്ടാക്കുന്നത് ഒരു രാത്രി ഞാനും ഇർഫാനും നമ്മൾ പ്രശോഭ് സുശാന്ത് നമ്മളൊരു വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടാണ് ഒരു ലോഗോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്നത് ഉണ്ടാക്കി ഞങ്ങൾക്ക് ശരിക്കും പെട്ടെന്ന് ഒരുപാട് അഡ്മിഷൻ വന്നു. കാരണം ഒരുപാട് അഡ്മിഷൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതിവിടെ പഠിക്കാൻ ആൾക്കാരുണ്ട്, പഠിക്കാനുള്ള ഒരു വഴി ഇവിടെ ഇല്ല എന്നുള്ളത്. അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു മാസം ഞങ്ങൾക്ക് 200-300 അഡ്മിഷനൊക്കെ വന്നു. ഇന്ന് നമുക്ക് 50,000 അഡ്മിഷൻ ഉണ്ട്. അപ്പം ഇത്രയും അഡ്മിഷൻ ഉള്ളത് ഞങ്ങൾ
കുട്ടികൾക്ക് എവിടെയാണോ, അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ എവിടെയാണോ പഠിക്കാൻ കുട്ടികൾക്ക് ഒരു 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 സഹായം വേണ്ടത്, അവിടെ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റി. അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട്. അപ്പം അത് ഇനിയും മുന്നോട്ട് പോകണം. ഓക്കെ, പ്രശോഭ് ബ്രോ, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ലേണിംഗ് ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ, യൂണിവേഴ്സിറ്റികൾ, അതൊക്കെ ഏതൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് NAOS എന്ന് പറയും. അത് 6 മാസം കൊണ്ട് SSLC +2 സെൻട്രൽ ഗവൺമെന്റിന്റെ 6 മാസം കൊണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് കോഴ്സ് എന്ന് പറയുന്നത് NAOS ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഞ്ച് ചെയ്ത കോഴ്സാണ് IGNOU ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്. ഇതിൽ തന്നെ ഏകദേശം 50ഓളം കോഴ്സുകൾ നമ്മൾ നമ്മുടെ ആപ്പ് വഴി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമ്മുടെ ഒരു ജേണി പോകുന്നതെന്ന് പറയുന്നത്, നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഇപ്പം നമ്മളുടെ നിലവിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഓരോ കോഴ്സും. അപ്പം ഇപ്പം തന്നെ നമുക്ക് BA, BCom, MCom, MA പോലുള്ള കോഴ്സുകളാണ് നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും നമ്മുടെ ലേണിംഗ് ആപ്പ് വഴി നമ്മുടെ ട്യൂഷൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇത്രയധികം കോഴ്സുകൾ, ഇത്രയധികം മെറ്റീരിയൽസുകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100ന്റെ മേലെ ടീച്ചേഴ്സും നമുക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇത്ര കോഴ്സുകൾ, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ലല്ലോ. അത് ശരിക്കും ചില്ലറ കാര്യമല്ല, സത്യമാണ്. നമുക്ക് ശരിക്കും അവിടെയാണ് നമുക്കൊരു ഒരു ടെക്നിക്കൽ ടീമിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സിലാണ് നമുക്ക് eTutor എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. eTutor യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പം കുട്ടികൾ ക്ലാസ് ലേണിംഗ്, നമ്മൾ LMS എന്ന് പറയുന്നത് നമ്മൾ ആപ്പാണ്. ആപ്പ് ത്രൂ ആണ് ക്ലാസ് വരുന്നത്, പിന്നെ ഷോർട്ട് നോട്ട് വരുന്നത്, ലൈവ് ക്ലാസ് വരുന്നത്. പിന്നെ ഒരു കുട്ടിക്ക് തന്നെ കാണാൻ പറ്റും ആപ്പിൽ, ഞാൻ ഇപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തോ, ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്തോ, എക്സാം ചെയ്തോ, മാർക്ക് എത്ര, അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണോ, ഇതൊക്കെ കുട്ടിക്ക് ആപ്പ് തന്നെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ മൊഡ്യൂൾസ് ഉള്ളത് കൊണ്ട് ടീച്ചേഴ്സിനും കുട്ടികളെ മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു അപ്ഡേറ്റഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇപ്പം നിലവിലെ അപ്ഡേഷൻ നമ്മളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലേണിംഗ് എത്രയും എളുപ്പമാക്കാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് എളുപ്പമുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഓരോന്നിനും ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പം ടീച്ചിങ് ആണെങ്കിലും, ഇപ്പം ഓപ്പറേഷൻ ടീം ആണെന്നുണ്ടെങ്കിലും, മെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഓരോ മൊഡ്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് കുട്ടികളൊക്കെ. അത് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ ആപ്പ് ചുമ്മാ എന്തെങ്കിലും ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. അതിൽ സ്റ്റുഡൻസിന് ഏത് രീതിയിൽ അത് ഈസി ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതും കൂടെ, ഡെവലപ്പിംഗ് സൈഡിലും കൂടെ അതിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ തിരിച്ച് കുട്ടികൾ നമ്മൾ തെറി പറയാൻ തുടങ്ങും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഏറ്റവും എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണത്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആപ്പ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് 5 വർഷമായി. നമ്മൾ കുറേ കാലയളവിലായി ഇപ്പോൾ നമ്മുടെ സർവീസുകൾ യൂസ് ചെയ്യുന്നു. സോ നമ്മുടെ ആഫ്റ്റർ ഡെലിവറി സർവീസ് സപ്പോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓപ്പൺ ആയിട്ട് പറയട്ടോ. ഓണസ്റ്റ്ലി തന്നെ പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, വിറ്റ് ക്ലാസിൻ്റെ ആപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചൊരു ആപ്പാണ്. ഞങ്ങൾ കുറേ സ്റ്റഡി ചെയ്തു, ഇത് പുറത്ത് കൊടുക്കണോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ഇത് ഏൽപ്പിക്കണോ എന്നുള്ളത്. അത് ഞങ്ങളുടെ തീരുമാനം തെറ്റായിട്ടില്ല. അത് ശരിക്കും പറയാൻ നല്ല ആളുകളുടെ കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സുശാന്താണ്. സുശാന്തിൻ്റെ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഒന്ന് ടെക്നിക്കൽ സൈഡ് ഞാൻ നോക്കുന്നതുകൊണ്ട് നമുക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ വന്നു പറഞ്ഞാൽ നമ്മൾ വീഡിയോ പ്ലെയർ യൂസ് ചെയ്യുന്നത് ഒരു US കമ്പനിയുടെ ഒരു കമ്പനിയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അവരൊരു എന്താ പറയുക, അവരൊരു രീതി അവർ പെട്ടെന്ന് മാറ്റി, പെട്ടെന്നൊരു മെയിൽ വന്നു, നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മെയിൽ വന്നു. കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കുള്ള ഒരു മെയിൽ വന്നപ്പോൾ നമ്മൾ ഇത്ര ദിവസം കൊണ്ട് ഞങ്ങൾ ആപ്പ് കട്ടാവും എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി.
അപ്പം ഞാൻ പ്രക്ഷോഭനെ വിളിച്ചു. പ്രക്ഷോഭ് പറഞ്ഞ് നമുക്ക് എന്താ ചെയ്യാം. സുശാന്തിനെ വിളിച്ചു. സുശാന്ത് പറഞ്ഞ് പാനിക് ആവണ്ട, ഞാൻ ഇപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വരാറുണ്ട്. സുശാന്ത് നേരെ നമ്മളെ ഓഫീസിലെത്തി കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഞങ്ങൾ 15 ദിവസം കൊണ്ട് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ സൊല്യൂഷൻ ചെയ്തു. അപ്പം അന്ന് സുശാന്ത് അതാണ്, അത് കറക്റ്റ് അവിടെ വിവേകപരമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളിവിടെ നിൽക്കും. നമുക്ക് ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബഗ് വരും, പ്രോബ്ലംസ് വരും, അത് ആസ് യൂഷ്വൽ ആണ്. പക്ഷെ ആഫ്റ്റർ ദാറ്റ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഏത് പാതിരാത്രി ഇന്നലെ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നമുക്ക്. അതുകൊണ്ടാണ് ഈ 5 വർഷം നമ്മൾ നിങ്ങളെ തന്നെ കൊണ്ടു നടക്കുന്നത്. നമുക്ക് തന്നെ ഇപ്പൊ കണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു സക്സസ്ഫുൾ ക്ലൈന്റ് നിങ്ങളെ വിളിക്കാനുള്ള ഒരു ഇത് കിട്ടിയല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ഇപ്പം കുറേ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് ടൈമിൽ. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ കുറേ എന്താ പറയുക, കുറേ ലേണിംഗ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിൻ്റെ ആ ഒരു USP അതല്ലെങ്കിൽ മറ്റുള്ള ഈ ലേണിംഗ് ആപ്ലിക്കേഷൻ എന്താണ് നമ്മളൊരു മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ. അതായത് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഞങ്ങളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിസ്റ്റൻസിൽ ഒരു കുട്ടി പഠിക്കുന്നത് ആ കുട്ടി ജോലി കഴിഞ്ഞ് ഫ്രീ ആയി നിൽക്കുന്ന സമയത്താണ്. അപ്പം അവിടെ ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. നമ്മളിപ്പം നോർമൽ ഒരു സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് മീൻസ് ഒരു 15 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 17 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റുഡൻസുകൾ പഠിക്കുന്ന പോലെ നമുക്ക് ഡിസ്റ്റൻസിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അവർ പഠിക്കുന്നത് അവരെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തേക്കാണ് നമ്മൾ ആവശ്യമുള്ളത്. അപ്പം ഒന്ന് ഇഷ്ടമുള്ള സമയത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ലൈവ് ക്ലാസ് ആണെങ്കിൽ തന്നെ നമുക്ക് 7 മണിക്ക് 8 മണിക്കാണ് നമ്മൾ ലൈവ് ക്ലാസ്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, PYQ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പ് തന്നെ, ആ ക്ലാസ് കഴിഞ്ഞ് തന്നെ ആപ്പ് തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ PDF കുട്ടിക്ക് അപ്പം തന്നെ പഠിക്കാം. പിന്നെ മെൻ്റൽ സപ്പോർട്ട്, അതൊക്കെ ഈ രാത്രിയിലും എന്ത് ചെയ്യാൻ പറ്റും, മെൻ്റൽ സപ്പോർട്ട് കിട്ടും. പിന്നെ കുട്ടികൾ കൂടുതൽ പഠിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാനും പറ്റൂല. നമ്മൾ സാധാരണ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മാതിരി ഇവരെ പഠിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അതും ഇവർക്ക് പ്രോബ്ലമാണ്. അപ്പം ഒരുപാട് ചലഞ്ചസ് ഈ ഡിസ്റ്റൻസിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇത് സുഖമായിട്ട് ഒരു ചെറിയൊരു ഓഫീസ് ഇട്ട് ക്ലാസ് എടുത്തിട്ട് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ അത് പോസിബിൾ ആയ കാര്യമില്ല. കാരണം അതിന്റെ തെളിവാണ് നമ്മളെടുത്ത് തന്നെ പഠിച്ചിട്ട് ചെറിയൊരു ആപ്പ് ബിൽഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ കാണും. കുറേ ആപ്പുകൾ വരുന്നുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എപ്പോഴും ആ ഒരു സെറ്റപ്പിലുണ്ട്. പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഐഡിയ മനസ്സിലാക്കിയിട്ടൊക്കെ പുതിയ ഡിസ്റ്റൻസിലെ കുട്ടികളെ ലിമിറ്റേഷൻസും കുട്ടികളെ എക്സ്പെക്ടേഷനും മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് നല്ല ലേണിംഗ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളിപ്പോൾ പുതിയതായിട്ട് ബിൽഡ് ചെയ്യാൻ പോകുന്ന AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഏറ്റവും ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അവർക്ക് അതാണ് ഏറ്റവും വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പം നേരത്തെ നക്കാഷ് പറഞ്ഞ പോലെ ഇന്നിവിടെ മാർക്കറ്റിൽ 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ആപ്പ് കിട്ടുന്ന ആളുകളുണ്ട്. അല്ല, അവരിത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ എക്സാക്ട് അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ മാർക്കറ്റ് തന്നെ ഇല്ലാണ്ടാക്കി എന്ന് തന്നെ പറയാം. ഇതിന് വലിയ എന്തോ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, ഇതിൽ വലിയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്നുള്ളൊരു തോട്ട് ഇപ്പം നിലവിലുണ്ട്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ അങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ 24 hours കുട്ടീൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെയാണ് ഈ AI ചാറ്റ് ബോട്ടിന്റെ വലിയൊരു ഉപകാരം കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചോദിക്കാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു 4 ഫേസ് ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് റെക്കോർഡർ ക്ലാസ്സുകൾ മാത്രമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊന്നും അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫീ മാനേജ്മെന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ലൈവ് ക്ലാസ്സുകൾ, അപ്ഡേറ്റ്സുകൾ, എക്സാംസ് ഒക്കെ വെച്ച്. പിന്നെ 3rd ഫേസിലേക്കാണ് നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ ഫ്രാഞ്ചൈസികൾ വന്നപ്പോൾ ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് പോലത്തെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ വെച്ചു. ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അത് ഇപ്പോൾ AI ചാറ്റ് ബോട്ടിൻ്റെ പറഞ്ഞു, ഇതേപോലെ ഇനിയും എന്തെങ്കിലുമൊക്കെ കൺസൾട്ട് ഐഡിയസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 100% കസ്റ്റമൈസേഷൻ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളിനി ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യാൻ പോകുന്ന ഒരു ജസ്റ്റ് ഒരു ഐഡിയ? ഭാവിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷനാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബാക്ക് എൻഡിൽ ടീച്ചേഴ്സിനെ കുറേ ഡെവലപ്പ് ചെയ്തു, ബാക്കിയുള്ള അഡ്മിനിസ്ട്രേഷൻ കുറേ ഡെവലപ്പ് ചെയ്തു, സെയിൽസ് കുറേ ഡെവലപ്പ് ചെയ്തു, കുറേ കുട്ടികളെ നമ്മൾ കൂട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ പിന്നെ വേണ്ടത് ഈ കുട്ടിക്ക് ക്ലാസ് എത്ര ഭംഗിയിൽ കൊടുക്കാം, ഏത് രീതിയിൽ. ഇപ്പം AI ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ AI വെച്ചിട്ട് എങ്ങനെ കുട്ടിക്ക് നല്ല രീതിയിൽ നല്ലൊരു ആപ്പ് നമുക്ക് ക്ലാസ് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കാം,
എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതില്. എയിൽ അതിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഒരു AR VR സെറ്റപ്പിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇനി മുതൽ ക്ലാസ്. അതാരും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞത് ഇനി നമ്മുടെ ഒരു ലാംഗ്വേജ് മലയാളമാണ്. അത് ഇനി തമിഴ്നാട്ടിലോട്ടും അതുപോലെ തന്നെ ഔട്ട് ഓഫ് കേരളയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് 2026 എൻഡ് ആകുമ്പോഴേക്കും നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. എനിക്കൊരു ചോദിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കുറേ സ്കാമുകൾ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് തന്നെ എൻ്റെ ഒരു റിലേറ്റീവിനൊക്കെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഫേക്ക് യൂണിവേഴ്സിറ്റീസ്, ഫേക്ക് സൈറ്റുകളിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സ്കാമിനൊക്കെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ സ്കാം നടക്കുന്നത് തന്നെ ഇവർക്ക് ഈ സ്കാം നടക്കുന്ന ആളുകൾക്ക്, നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ട്. എന്താ വെച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മളിപ്പം റോഡിലൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ തന്നെ പല പോസ്റ്ററിൽ ഈ ഇതിലും നമുക്ക് കാണാം 6 മാസം കൊണ്ട് SLC പെട്ടെന്ന് നേടാം, 6 മാസം കൊണ്ട് ഡിഗ്രി പെട്ടെന്ന് നേടാം, ഫാസ്റ്റ് ട്രാക്കിലൂടെ നേടാം. അങ്ങനെ പല രീതിയിലും ഇപ്പം നമ്മളുടെ ഈ ഫീഡ്സിൽ, നമ്മുടെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഫീഡ്സിൽ ഇത് കാണാൻ പറ്റും. കുട്ടികളിത് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഈ കുട്ടീൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, നീഡ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇനി ഒരു ജോബിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ഇയർ കൊണ്ട് മീൻസ് അവന് പെട്ടെന്ന് ഒരു ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ പോകുന്നത്. ഈവൻ അത് ഫാസ്റ്റ് ട്രാക്കിലൂടെ ഡിഗ്രി നേടാമെന്ന് പറഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്യുന്നു, ഫീസ് കിട്ടുന്നു 60,000, 1 ലക്ഷം, 1.5 ലക്ഷം വരെ അടച്ചിട്ട് ഇത് പിന്നെ ഈ ആളെ പിന്നെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയ പോലും കാണില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ഇവിടെ സ്കാം നടക്കുന്നത്. അതേപോലെ സർട്ടിഫിക്കറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല. പല സ്ഥലത്തും റിജക്ഷൻ, എംബസിയിൽ പോയി കഴിഞ്ഞാൽ റിജക്ഷൻസ് വരുന്നുണ്ട് പല രീതിയിൽ. ഇവിടൊക്കെ ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു അക്കാഡമി നമ്മൾ കൊണ്ടുവരാൻ തന്നെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% ഒരു കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അവർക്കൊരു അഷുറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ 11ഓളം ബ്രാഞ്ചുകൾ ഏതൊരു കുട്ടിക്കും ആക്സസ് ചെയ്ത് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാഞ്ചസ് കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുന്നത്. കുട്ടിക്ക് അടുത്ത് പോയിട്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം, എങ്ങനെയാണ് കോഴ്സ്, ഏത് രീതിയിലാണ് കൊടുക്കുന്നത്, എന്താണ് സർട്ടിഫിക്കറ്റിൻ്റെ ഇത് എന്നുള്ളതൊക്കെ അവർ കുട്ടിക്ക് അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ സ്കാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇത് തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻസ് അത് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പോയിട്ട് അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു ഒരു പോയിന്റ് കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്ത കോഴ്സുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും അഫിലിയേഷൻസോ കാര്യങ്ങളോ തന്നതെന്നല്ല പറയുന്നത്. ഗവൺമെൻറ് ഡയറക്റ്റ് നടക്കുന്ന കോഴ്സുകൾ മാത്രമേ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ധൈര്യമായിട്ടൊരു ഡിഗ്രി ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. തീർച്ചയായും. പിന്നെ എനിക്ക് വേറെ ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ 5 വർഷമായി ടെക്കിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ഓണ്ടർപ്രണേഴ്സ് ആണല്ലോ. ഈ പുതുതായിട്ട് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകൾക്കും കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? അഡ്വൈസ് ഇപ്പം നമ്മൾ എക്സ്പീരിയൻസിൽ അഡ്വൈസ് പറയാൻ പറ്റും. കാരണം ഇപ്പം 5 വർഷമായി നമ്മൾ നടത്തുന്നു. നമുക്ക് ഏകദേശം നമ്മളെ പാർട്ട്നേഴ്സായിട്ട് തന്നെ നമുക്ക് ഏകദേശം 20ഓളം ആൾക്കാരുണ്ട്. ഫ്രാഞ്ചൈസി. അതെ. സോ ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് പുതിയ ബിസിനസ് തുടങ്ങാൻ തന്നെ വേറെ ബിസിനസ് തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആവുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ്. അപ്പം പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം തിങ്ക് ചെയ്യാം. ഇപ്പം ഞങ്ങൾ ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ മണീൻ്റെ വയ്യാലെ ഓടിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടി എവിടെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ പഠനം എളുപ്പമാക്കാൻ എവിടെയാണോ വേണ്ടത്, ആ കുട്ടി നേരിടുന്ന പ്രോബ്ലമാണ് ഞങ്ങൾ അവിടെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും നമ്മളെന്താ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ പുതിയ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ. അപ്പോൾ അതിൽ പണിയെടുക്കണം, നന്നായിട്ട് പണിയെടുക്കണം, നമ്മൾ ഫോക്കസ് ചെയ്യണം, നമ്മൾ ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ബാക്കിൽ പോകും. ഇതൊരു പാഷനായിട്ട്. അതെ, മണി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം നമ്മളെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇങ്ങോട്ട് തന്നെ വരും.
അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അത് തന്നെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് അങ്ങോട്ട് പോയിട്ട് ഇതെടുക്കുക എന്ന് പറയുന്നതല്ല ബിസിനസ്. നമ്മളെ പ്രൊഡക്റ്റ് ആവശ്യക്കാർ ഇങ്ങോട്ട് തേടി വരണം. ഇങ്ങോട്ട് തേടി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനി അല്ല. ഒരു സക്സസ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനി അല്ല, അതൊരു ജേണിയാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണം. ടെക്കിലൊക്കെ ഒരുപാട് ഇപ്പം നമ്മൾ ബൈജൂസ് അതൊക്കെ എന്താ പറയുക ഫെയിലിയർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ജേണിയാണ്. ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എഡ്യൂക്കേഷൻ എപ്പോഴും ഈ എവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ക്വാളിറ്റി കീപ്പ് ചെയ്ത് തന്നെ പോകണം. പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം പുതിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനൊക്കെ ടെക്കിലേക്ക് വരുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും നമ്മൾ എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അത് മനുഷ്യന്മാർ ചെയ്യുന്നിടത്തോളം കാലം എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് നമ്മൾ ഹെഡ് ചെയ്തിട്ട് സൊല്യൂഷൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ ആ പ്രോബ്ലം എന്ത് ചെയ്ത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതവിടെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അറ്റ്ലീസ്റ്റ് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും സ്റ്റഡി ചെയ്യാൻ നോക്കുക. ഇപ്പം നമുക്ക് പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ, ഇപ്പുറത്തുള്ളവൻ രക്ഷപ്പെട്ടു, കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോയിട്ട് നാളെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല. നിങ്ങൾ രണ്ടുപേരും എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ എഡ്യൂക്കേഷൻ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഗ്രോത്തിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ടെക്നോളജി യൂസ് ചെയ്യുക മാക്സിമം. എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുമോ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ നോക്കുക. അവിടെ നിങ്ങളുടെ ജോബ് ഈസി ആക്കാൻ നോക്കുക. ഈ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഓൺടർപ്രണേഴ്സിനും നല്ല രീതിയിൽ സക്സസ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഞങ്ങളൊരു കേസിൽ ഇപ്പം ഞാനും മനസ്സിലാക്കുന്നത്, നമ്മളൊരു സക്സസ്സിലേക്ക് എത്താൻ ഞങ്ങൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും നമ്മളൊരു നിലനിൽപ്പോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പം എനിക്കും പ്രക്ഷോഭനും ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുള്ള മാർഗ്ഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞങ്ങളുടെ ബിസിനസ് തന്നെ. പക്ഷേ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഇവരും മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റൂല. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിനെ ഞങ്ങൾ എവിടെയാണ് എത്തുന്നത് അവിടെ ഈ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ഞങ്ങൾ എയിം. അപ്പം ഒരു ബിസിനസ് എന്ന് പറയുന്നത് വെറും എന്താ പറയുക, നമ്മളൊരു സ്വാർത്ഥമായ ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റൂല. ചിലപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അത് സക്സസ് ആവില്ല. അപ്പം നമ്മൾ കൂടെ നിൽക്കുന്നവരെയും നമ്മളെ ഹെൽപ്പ് ചെയ്തവരെയും നമ്മളെ മനസ്സിലാക്കിയവരൊക്കെ നമ്മളെ സന്തോഷത്തിൽ നമ്മൾ കൂടെ നിർത്തണം. ആ ചിന്ത ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ പ്രക്ഷോഭം ചിന്തിക്കുന്നതിനെ കൊണ്ടാണ് നമ്മളെ തുടക്കത്തിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മൾ കൂടെ ഉണ്ട്. പിന്നെ അവസാനമായിട്ടൊരു ചോദ്യം, ഇപ്പം നമ്മുടെ കുറേ ക്ലയൻസ്, ഇപ്പം ക്ലയൻസ് അല്ല, കുറേ എഡ്യൂക്കേഷൻ ഓണർമാരും ടീച്ചർമാരൊക്കെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നവർ കുറേ പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സജഷൻ. ഒറ്റ സജഷനെ പറയാനുള്ളൂ, ഇത് ഒരാൾക്ക് ഉപകാരമാവണം, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ ആപ്പ് ഉണ്ടാക്കി ഞങ്ങളെ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ല. കാരണം ഇവിടെ എന്താണ് വേണ്ടത്, ഇത് നമ്മളൊരു തോട്ട് അറിയാൻ പറ്റണം ഫസ്റ്റ്. നമ്മളെ തോട്ട് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് വേണ്ട സംഗതികൾ പറഞ്ഞു. കാരണം ഈ ടെക്നിക്കൽ സൈഡിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരിക്കലും ഒരു കസ്റ്റമർ അറിയില്ല, അല്ലേ? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്നുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ പുതിയ ഉണ്ടാക്കുന്ന ആൾക്കാർ ക്ലയൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലയൻസ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇങ്ങനെ സക്സസ് ആയ സ്ഥാപനങ്ങളുള്ള ഡെവലപ്പേഴ്സിന്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ക്ലയൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ളത്, അവരുടെ ബിസിനസ്സിന് അങ്ങനെ ഗുണം ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളൊരു കുറച്ച് ചെറിയൊരു എമൗണ്ടിന്റെ കുറവ് ഇത്ര ഉണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സും ഈ ഒരു കാരണത്താൽ ഡൗൺ ആയി പോകും. അത് തന്നെ. അപ്പോൾ അതായത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സജഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ
നല്ലൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്യല്ലേ, നമ്മളെപ്പോലത്തെ ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ഫൗണ്ടർക്ക് അതിനെക്കുറിച്ചിട്ട് നല്ലൊരു ധാരണ ഉണ്ടാവണം. എങ്ങനെ എൻ്റെ ആപ്പ് ഉണ്ടാവണം, എങ്ങനെ എൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാവണം, അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ രീതിയിൽ എൻ്റെ ക്ലാസ്സുകൾ വേണം. ഇത് നമ്മൾ പിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബിൽഡ് ചെയ്യുന്ന ഇപ്പോൾ ഏത് കമ്പനിയാണോ ബിൽഡ് ചെയ്യുന്നത്, ആ ബിൽഡ് ചെയ്യുന്ന ആ ഡെവലപ്പർക്ക് അതിനേക്കാളും നല്ല രീതിയിലുള്ള നോളജും കൂടെ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഐഡിയയും ആ ഡെവലപ്പിംഗ് സൈഡിലെ ഐഡിയയും കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽക്കം ബീറ്റ്സ് അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തന്നല്ലോ. സോ എഡ്യൂക്കേഷൻ സെൻറ്ററിന് വേണ്ടിയിട്ട് ശരിക്കും ബിസിനസ് ചെയ്യാൻ LMS വേണ്ട. അവർക്ക് ഇപ്പം ക്ലാസ് ലൈവായിട്ട് ഗൂഗിൾ മീറ്റിൽ സൂമിൽ കൊടുക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കൊടുക്കാൻ പറ്റും, വാട്സപ്പിലൂടെ ക്ലാസ് കൊടുക്കുന്നവരുണ്ട്, ഗൂഗിൾ ഡ്രൈവിലെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സ്റ്റഡി ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫ്യൂച്ചർ പ്ലസിനെ സംബന്ധിച്ച് നമ്മളിപ്പം ഡെവലപ്പ് ചെയ്ത് തന്ന ഈ ഒരു LMS ആപ്ലിക്കേഷൻ നിങ്ങളുടെ ബിസിനസ്സിന് എത്രമാത്രം റവന്യൂ ജനറേറ്റിംഗ് ആയി, എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നുള്ളത് ഒന്ന് പറയാമോ? ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിൻ്റെ ക്ലാസ് റൂമാണ് ശരിക്കും പറഞ്ഞാൽ LMS. അതെ. കാരണം ഡിസ്റ്റൻസിലെ കുട്ടികൾക്ക് ഓഫ്ലൈൻ പോസിബിൾ അല്ല. ഒന്നാമത് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊരു എളുപ്പമല്ല. പണ്ടൊക്കെ വീക്കിലി വൺസ് ക്ലാസ്സിൽ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സൺഡേസിൽ ആർക്കാണ് ഇപ്പോൾ പഠിക്കാൻ നേരമുള്ളത്? ഇപ്പോഴത്തെ നമ്മളെ കറന്റ് ജനറേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം എളുപ്പമാവണം. കുറേ കഷ്ടപ്പെടാൻ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റൂല. അപ്പം ഒരുപാട് അപ്ഡേഷൻസും ഒരുപാട് ഓപ്ഷൻസും എല്ലാം നമുക്ക് ഇന്നത്തെ കാലത്തുണ്ട്. അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിൻ്റെ LMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസ് റൂമാണ്, കോളേജാണ്. നമ്മൾ ഈ ആപ്പാണ്, നമ്മളില്ല. ആപ്പ് ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ LMSലാണ് കിടക്കുന്നത്. LMS മീൻസ് നമ്മളെ ആപ്പിലാണ് കിടക്കുന്നത്. കുട്ടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഡാറ്റ കിടക്കുന്നത്, കുട്ടീൻ്റെ ക്ലാസ് കിടക്കുന്നത്, ലൈവ് ക്ലാസ്, ഷോർട്ട് നോട്ടുകൾ, ക്യൂസ് കോമ്പറ്റീഷന്, അതേപോലെ കുട്ടീൻ്റെ അസസ്മെൻറ്റ്, കുട്ടി എവിടെ നിന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം ഒരു കുട്ടി നമ്മളെ ഒരു വർഷത്തേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മാസം കഴിയുമ്പോൾ ആ കുട്ടിയുടെ പഠനം എവിടെ എത്തി എന്നവരെ കുട്ടിക്ക് കാണാൻ പറ്റും. അപ്പം ഓരോ അസസ്മെൻറ്റ്സൊക്കെ ആ കുട്ടിക്ക് തന്നെ മനസ്സിലാക്കി പഠിത്തം കൊണ്ടുപോകാൻ പറ്റും. അപ്പം പിന്നെ അത് കൂടാതെ തന്നെ ഈ നമുക്ക് 60-65 വയസ്സിന്, അതായത് ഒരു 50 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, കാരണം ലേണേഴ്സ്, പഠിതാക്കൾ. അപ്പം അവർക്ക് ഈ ഒരു നമ്മളൊരു ആപ്പ്, കാരണം ഒരുപാട് മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ ആപ്പിലുള്ളത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ റവന്യൂ മേക്ക് ചെയ്യുന്നത് ആപ്പ് ത്രൂ തന്നെയാണ്. 100% നമ്മൾ ക്ലാസ് റൂം എന്ന് വേണം നമുക്ക് പറയാം. ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമുക്ക് നോട്ട്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുട്ടിക്ക് ഒരു നോട്ട്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ അസൈൻമെന്റ്സ് വേണമെങ്കിലോ അതിന്റെ സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിലോ ക്വിക്കായിട്ട് കുട്ടിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. സോ നമ്മുടെ കമ്പനി 10 വർഷമായ ഭാഗമായിട്ട് നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലയൻസിനെ വിളിച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ്, അതാണ് നമ്മുടെ ഒരു പ്ലാൻ. സോ നിങ്ങൾ അതിൻ്റെ ഭാഗമായതിൽ വളരെ സന്തോഷം. താങ്ക് യു. എന്തായാലും വെൽക്കം ബീറ്റ്സിന് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഇനിയും നല്ല നല്ല വിവരങ്ങളിലേക്ക് എത്തട്ടെ, ലോകം അറിയുന്നൊരു ഡെവലപ്പിംഗ് കമ്പനി ആവട്ടെ എന്ന് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ രീതിയിലാണ് നിൽക്കുന്നത്. കാരണം 5 വർഷമായി നമ്മൾ തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു റൂമിൽ വെച്ചിട്ട്, അതായത് നമ്മളെ ഓഫീസ് പോലും അല്ല, ഇപ്പം അതൊക്കെ ഇപ്പം നമ്മളെ ഓഫീസായി മാറി. അപ്പം അവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ ചെറിയൊരു അന്നത്തെ ഒരു ബഡ്ജറ്റിൽ ആപ്പ് ഉണ്ടാക്കി. ഇന്നിപ്പം അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആപ്പ് ഉണ്ടാക്കുന്നത്. കാരണം ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട് ഇപ്പം. അപ്പം അവിടെ നിന്ന് ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ബിസിനസ് ആകുന്നുണ്ടാവും. അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും നമ്മളെ മൈൻഡിലുള്ളത് പറയാനും പറ്റുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് നമുക്ക് അതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ നന്നാക്കി പറയാൻ മാത്രമേ ഒന്നും ഉണ്ടാവുള്ളൂ. സോ അതിൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും പുതിയ മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരാനുണ്ട്. കാരണം അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ടെക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അപ്ഡേഷനും റീഇൻവെസ്റ്റ്മെന്റും നടന്നുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ എഡ്യൂക്കേഷൻ എപ്പോഴും ബൂമായി കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എന്തുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ അവിടെ ഉണ്ടാവും. സോ അപ്പം റീഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം
ഇനിയും ചെയ്യും. അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ കൂടെ ഉണ്ടാവണം. അപ്പം ഇനി കുറേ പ്ലാനുകളുണ്ട്. അപ്പം ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ തോട്ട് കുട്ടികൾക്ക്. അപ്പം അതിലേക്ക് ഇനി എത്തണം. സോ താങ്ക്സ് ഫോർ എവറിത്തിങ്. താങ്ക് യു.